നമസ്കാരം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി മോദി റഷ്യയിലേക്ക് പോകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. മൂന്നാമതും അധികാരത്തിലേറിയ ശേഷമുള്ള മോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണിത്. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുക്കും. ആഗോളതലത്തിലും ഇരു രാജ്യങ്ങൾക്കിടയിലുമുള്ള വിഷയങ്ങളിൽ നേതാക്കൾ ചർച്ച നടത്തും. നമുക്കറിയാം, ഇരു രാജ്യങ്ങളും തമ്മിൽ വാർഷിക ഉച്ചകോടി വേണമെന്നുള്ളത് 2000-ൽ ഒപ്പുവെച്ച ഇന്ത്യ റഷ്യ തന്ത്രപ്രധാന പങ്കാളിത്ത ഉടമ്പടിയുടെ പ്രധാന തീരുമാനം തന്നെയായിരുന്നു. 2021 വരെ ഉച്ചകോടിയിൽ യാതൊരു മുടക്കവും വരാതെ തുടർന്നുകൊണ്ടിരുന്നു. 2021-ൽ നമുക്കറിയാം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുകയാണ് ഉണ്ടായത്. 2022-ലെ കാര്യമെടുത്താൽ ആ വർഷം മോദി മോസ്കോ സന്ദർശിക്കേണ്ടതായിരുന്നു. എങ്കിലും അതുണ്ടായില്ല. പകരം ആ വർഷം മോസ്കോ സന്ദർശിച്ച കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2024-ൽ മോദി റഷ്യയിലെത്തുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. മറ്റൊരു പ്രത്യേകത, റഷ്യൻ യുക്രൈൻ യുദ്ധം തുടങ്ങിയ ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി റഷ്യയിലെത്തുന്നത്. ജൂണിൽ ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിയിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി മോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ സ്വിറ്റ്സർലൻഡിൽ നടന്ന സമാധാന ഉച്ചകോടിയിൽ പങ്കെടുത്തുവെങ്കിലും റഷ്യയെ കുറ്റപ്പെടുത്തുന്ന സംയുക്ത പ്രസ്താവനയിൽ ഇന്ത്യ ഒപ്പുവെച്ചില്ല. ഇതേ ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നാറ്റോ സമ്മേളനം നടക്കാനിരിക്കെയാണ് മോദിയുടെ ഈ റഷ്യൻ സന്ദർശനം. യുക്രൈനെതിരെയുള്ള റഷ്യ യുദ്ധത്തിൽ ഇന്ത്യക്കാരെ ഉപയോഗിക്കുന്നതും അവരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുന്നതിനുമായുള്ള അതേ സംബന്ധിച്ചുള്ള ചർച്ചകൾ പുടിനുമായി സംസാരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. റഷ്യ 2019-ൽ പ്രഖ്യാപിച്ച ഓർഡർ ഓഫ് സെയിന്റ് ആൻഡ്രൂ പുരസ്കാരം പ്രധാനമന്ത്രി സ്വീകരിക്കും. റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് ഈ പുരസ്കാരം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് മോദി ബഹുമതി സ്വീകരിക്കാൻ എത്താതിരുന്നത്. ഒന്ന് മങ്ങി നിൽക്കുന്ന ഇന്ത്യ റഷ്യ ബന്ധത്തെ ഒന്നുകൂടി ശക്തമാക്കാനുള്ള ഒരു ശ്രമം കൂടിയായി ഈ കൂടിക്കാഴ്ചയെ നമുക്ക് കാണാം. ആഗോളതലത്തിലെ പല വിഷയങ്ങളിലും ഇന്ത്യ അഭിപ്രായങ്ങൾ വ്യക്തമാക്കാറുണ്ടെങ്കിലും യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഒരു പ്രത്യേക നിലപാടാണ് ഇന്ത്യ കൈക്കൊണ്ടത്. യുക്രൈനെ തള്ളിപ്പറഞ്ഞതുമില്ല, പൂർണ്ണമായും റഷ്യയെ പിന്തുണച്ചതുമില്ല. ഈ വിഷയത്തിൽ ഒരു ഏകീകൃത തീരുമാനം ഇന്ത്യ എടുക്കുമെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. കാര്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇന്റർനാഷണൽ ഏജൻസികളൊക്കെ നരേന്ദ്രമോദിയുടെ മോസ്കോ സന്ദർശനം വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത്.